നമസ്കാരം. ഒരു മനുഷ്യൻ എത്രയൊക്കെ പരിഷ്കാരിയാണെന്ന് അവകാശപ്പെട്ടാലും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ വന്യമായ ഒരു മൃഗമുണ്ട്. ഭയം, പ്രതികാരം, വന്യമായ പ്രണയം, ഒടുങ്ങാത്ത ചോരത്തിളപ്പ് ഇതെല്ലാം ഒന്നിനൊന്ന് കലർന്നു കിടക്കുന്ന ഒരു ദേശമുണ്ട്. കാസർഗോഡിന്റെയും കർണാടകത്തിന്റെയും അതിർത്തി പങ്കിടുന്ന മനുഷ്യർ പരസ്പരം ചോര കൊണ്ട് കണക്ക് തീർക്കുന്ന ഏർക്കാന എന്ന ഗ്രാമം. പ്രമുഖ എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ പി. ഷാജികുമാറിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നോവൽ മരണവംശം എന്ന പുസ്തകത്തിന്റെ ആശയങ്ങളിലൂടെയുള്ള ഒരു ചെറിയ യാത്രയാണിത്. ഒരു പുസ്തക നിരൂപണത്തിനപ്പുറം കഥ പറയുന്ന ശൈലിയിൽ ഏർക്കാന എന്ന ദേശത്തിന്റെ വന്യതയിലേക്കും അവിടുത്തെ മനുഷ്യരിലേക്കും നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു സാധാരണ കഥ പറയലല്ല മരണവംശം. ഇത് ഏർക്കാന എന്ന ദേശത്തിന്റെ ചരിത്രമാണ്. മൂന്ന് തലമുറകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുടെ ചോരയുടെയും കണ്ണീരിന്റെയും ചരിത്രം. വടക്കൻ മലബാറിന്റെ കഠിനമായ ഭൂപ്രകൃതിയും അവിടുത്തെ മനുഷ്യരുടെ പരുക്കൻ ജീവിത സാഹചര്യങ്ങളും എഴുത്തുകാരൻ ഇതിൽ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. ഒരു മുത്തശ്ശിക്കഥ പോലെ ആരംഭിച്ച് വായനക്കാരെ അസ്വസ്ഥമാക്കുന്ന ഒരു വലിയ വംശാവലിയുടെ കഥയായി ഈ നോവൽ മാറുന്നു. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് മാറാരോഗം പോലെ കൈമാറ്റം ചെയ്യപ്പെടുന്ന കുടിപ്പകയുടെ വേരുകൾ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് ഈ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരു കാലഘട്ടത്തിന്റെ, ഒരു ജനതയുടെ അതിജീവനത്തിന്റെയും നാശത്തിന്റെയും ചരിത്രം കൂടിയാണ് ഈ കൃതി. ഇനി ഇതിന്റെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ, അധികാരം എങ്ങനെയാണ് സാധാരണ മനുഷ്യരെ വേട്ടയാടുന്നത് എന്നും പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്നും നോവൽ വളരെ ശക്തമായി ചർച്ച ചെയ്യുന്നുണ്ട്. നോവലിലെ പുരുഷന്മാർ പ്രതികാരത്തിന് പിന്നാലെ പോകുമ്പോൾ അതിന്റെ ദുരന്തങ്ങൾ മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത് അവിടുത്തെ സ്ത്രീകളാണ്. ഇരകളാക്കപ്പെടുന്ന സ്ത്രീകളുടെ നിശബ്ദമായ വിലാപങ്ങൾ ഈ നോവലിന്റെ വലിയൊരു രാഷ്ട്രീയമാണ്. എന്താണ് ഈ പുസ്തകത്തിന്റെ സമകാലിക പ്രസക്തി? നമ്മൾ ജീവിക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിലും ചുറ്റും നോക്കിയാൽ കാണാം, രാഷ്ട്രീയത്തിന്റെ പേരിലും വംശീയതയുടെ പേരിലും മനുഷ്യർ പരസ്പരം കൊന്നൊടുക്കുന്നത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മനുഷ്യന്റെ ഉള്ളിൽ ആ ഹിംസയ്ക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് ഈ നോവൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളിന്നും ജീവിക്കുന്നത് ഏർക്കാന എന്ന വന്യമായ ഗ്രാമത്തിൽ തന്നെയാണ് എന്ന തിരിച്ചറിവാണ് ഈ പുസ്തകം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമകാലിക രാഷ്ട്രീയം. ഒരു അധ്യാപന തലത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പാഠപുസ്തകം പോലെ ഈ നോവലിനെ നോക്കിക്കണ്ടാൽ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാൻ വലിയൊരു പാഠം തന്നെ ഇതിലുണ്ട്. പകയും പ്രതികാരവും മനുഷ്യനെ എവിടെ എത്തിക്കും എന്നതിന്റെ ജീവസുറ്റ ഉദാഹരണമാണ് ഈ പുസ്തകം. ഹിംസയുടെ പാത ഒരിക്കലും സമാധാനം തരില്ല എന്ന വലിയൊരു ഗുണപാഠം ലളിതമായി കുട്ടികളിലേക്ക് എത്തിക്കാൻ ഈ നോവലിലെ കഥാസന്ദർഭങ്ങൾക്ക് കഴിയും. വളരെ സങ്കീർണമായ ഒരു പ്രമേയത്തെ തികച്ചും ലളിതവും എന്നാൽ വായനക്കാരനെ പിടിച്ചിരുത്തുന്നതുമായ രീതിയിലാണ് എഴുത്തുകാരൻ അവതരിപ്പിച്ചിരിക്കുന്നത്. നോവലിൽ ഉപയോഗിച്ചിരിക്കുന്ന വടക്കൻ മലബാർ പ്രാദേശിക ഭാഷാ ശൈലിയും ബിംബങ്ങൾ കഥയ്ക്ക് വല്ലാത്തൊരു ജീവൻ നൽകുന്നുണ്ട്. ദൃശ്യഭംഗിയോടാണ് നമുക്ക് ഈ നോവൽ വായിച്ചു തീർക്കാൻ കഴിയുന്നത്. വായന പൂർത്തിയാക്കുമ്പോഴും ഏർക്കാനയിലെ മനുഷ്യരും അവരുടെ വന്യമായ പ്രണയവും പ്രതികാരവുമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകില്ല. ചുരുക്കത്തിൽ, മരണത്തിന്റെ വംശാവലിയുടെ സഞ്ചരിച്ച് ജീവിതത്തിന്റെ പൊരുൾ തിരയുന്ന ഒരു അപൂർവ വായനാനുഭവമാണ് മരണവംശം. വായനക്കാരനെ ചിന്തിപ്പിക്കുകയും ഒപ്പം അസ്വസ്ഥനാക്കുകയും ചെയ്യുക എന്ന എഴുത്തിന്റെ ദൗത്യം ഈ നോവൽ പൂർണ്ണമായും നിറവേറ്റുന്നുണ്ട്. ഹിംസയുടെയും പ്രതികാരത്തിന്റെയും വഴിയിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യനൊടുവിൽ എവിടെ എത്തും എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഓരോ മലയാളിയും തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു വലിയ കൃതിയാണിത്. ഈ പുസ്തകം തരുന്ന വായനാനുഭവം നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. നന്ദി, നമസ്കാരം.